ഞാനല്ല എനിക്ക് ആ പെണ്ണിനെ അറിഞ്ഞുപോലും കൂടാ. എന്നെ നിങ്ങൾ അടിക്കരുതേ എന്നാ കൊച്ചു പറഞ്ഞിട്ട് കേട്ടില്ല. അതുകൊണ്ട് അതിന് ഇത് വാർത്തയെ കൊടുക്കണം, ഇത് നീതി കിട്ടണം തന്നെ അതിന്. അവൻ ഇനിയും ഭാവിയുള്ളതാണ്. ഇതൊക്കെ അവന്റെ മോൻ കാണിക്കുന്നില്ല. വേണ്ട 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 സാറേ, വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. നമ്മള് കേസ് പേടിയാണോ? പേടി തന്നെ, നമ്മൾക്ക് ഭയം തന്നെ. നമ്മൾ അങ്ങനെ പോകുന്ന ആൾക്കാരല്ലാരും നമ്മള്. നമസ്കാരം. ആലങ്കോട് മണ്ണൂർ ഭാഗമാണ്. 2 ദിവസം മുമ്പ് ഇവിടെ വളരെ എന്താ പറയുക സങ്കടകരമായ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു സംഭവം നടന്നു. ഏതോ ഒരു പെൺകുട്ടി, അഴൂർ മുട്ടപ്പാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയെ ആരോ ശല്യപ്പെടുത്തുന്നതിൻ്റെ പേരിൽ ആള് മാറി നന്ദു എന്ന് പറയുന്ന, അഭിജിത്ത് എന്ന് പറയുന്ന 19 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ പിടിച്ചുകൊണ്ടെന്ന ആൾ മാറിപ്പോയെന്ന്. തുടർന്ന് ആ പയ്യനെ CSI ചർച്ചിൻ്റെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അതൊരു പാവം കൊച്ചാണ് കേട്ടോ, മൊബൈലിൻ്റെതും പഠിച്ചിട്ട് നിൽക്കുന്ന കൊച്ചാണ്. അതിനെ എന്തിനങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. അത് ഒന്നും അത് ചെയ്യൂല. ഒരു അത്ര അടിച്ചാൽ അത് മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അത്ര സാധുവാണ് ആ കൊച്ച്. അത് ഒരുത്തർക്കും ഒരു ദ്രോഹവും ചെയ്യണ കൊച്ചല്ല. അതിനെ അങ്ങനെ അടിച്ചതിന് അതിന് നീതി കിട്ടണം തന്നെ. ഇനി മേലിൽ ഒരാൺകൊച്ചുങ്ങളെ അങ്ങനെ ചെയ്യരുത് ആരും. അവിടെ ഇങ്ങനെ മുക്കിലോട്ട് കളിസ്ഥലമുണ്ട്, അവിടത്തേക്ക് വന്ന വഴി പിടിച്ചോണ്ട് പോയതാണ്. അതെ, അവിടെ ചെന്ന് പിടിച്ചോണ്ട് പോയതാണ് നമുക്ക് അറിഞ്ഞുകൊടുക്കാൻ. അവർ കൊണ്ടും CSI അവിടെ എങ്ങോട്ട് കൊണ്ട് ഇട്ടിട്ട് പോയെന്നാണ് പറയണത്. ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കാണാം അത് ആ വിധമാക്കി കളഞ്ഞു. അടിയെന്ന് പറഞ്ഞാൽ അതിനെ അടിച്ച് പഞ്ഞിക്കിട്ട് കളഞ്ഞു. അങ്ങനെ ഒരു കൊച്ചിനെ ചെയ്യാമോ? അത് ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ നിർത്താതെ അടിച്ചത് വളഞ്ഞിട്ട്. ഞാനല്ല എനിക്ക് ആ പെണ്ണിനെ അറിഞ്ഞുപോലും കൂടാ. എന്നെ നിങ്ങൾ അടിക്കരുതേ എന്നാ കൊച്ചു പറഞ്ഞിട്ട് കേട്ടില്ല. അതുകൊണ്ട് അതിന് ഇത് വാർത്തയെ കൊടുക്കണം, ഇത് നീതി കിട്ടണം തന്നെ അതിന്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ബന്ധുക്കളൊക്കെ വളരെ വികാരപരമായി ഞങ്ങളോട് പ്രതികരിച്ചു. ആ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വേണം, ചാനലിലൊക്കെ വരണം, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ബന്ധുക്കളൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന അഭിജിത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടുകാരൊക്കെ ആകെ ഭയചകിതരായി. എന്ന് വെച്ചാൽ അവർക്കൊന്നിനെ ഫേസ് ചെയ്യാൻ പോലും പറ്റാതെ, ആ ചെറുപ്പക്കാരന് ജനങ്ങളെ അഭിമുഖീകരിക്കാനും പറ്റാതെ മുറിക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അത്രയധികം ചെറുപ്പക്കാരൻ പേടിച്ചു പോയി. നമുക്ക് താല്പര്യമില്ല. നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത് മുഖാന്തരം പോണേ ഉള്ളൂ. നമുക്ക് താല്പര്യമില്ല. അല്ല, മോന്റെ മുഖം കാണിക്കുന്നില്ല. മോന്റെ മുഖം കാണിച്ചില്ലല്ലോ നമുക്ക് കാര്യം പറഞ്ഞാൽ മതി. വേണ്ട മോനെ ഇത്രയും കൊണ്ടിട്ട് ഉപദ്രവിച്ച് അവര് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അവര് കണ്ടുപിടിച്ച് അവര് ആളിനകത്തുമാക്കി റിമാൻഡ് ചെയ്തെങ്കിലും അതിന്റെ മെയിൻ പ്രതി വേണ്ട. മെയിൻ പ്രതിയെ കിട്ടിയിട്ടില്ല. അതിന്റെ അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞു അത് വേണ്ട, കേസ് പോയാ മതി എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, നിങ്ങളെ മോനെ ഇത്രയും കൊണ്ടിട്ട് ഇടിച്ചില്ലേ, കേസാക്കി കഴിഞ്ഞാൽ എന്തിനാണ് സംഭവിക്കുന്നത്? പോലീസ് പിടിച്ച് നിനക്ക് റിമാൻഡ് ചെയ്യും. അവൻ ഇനിയും ഭാവിയുള്ളതാണ്. ഇതൊക്കെ അവന്റെ മോൻ കാണിക്കുന്നില്ല. വേണ്ട വേണ്ട സാറേ, വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. നമ്മള് കേസ് പേടിയാണോ? പേടി തന്നെ, നമ്മൾക്ക് ഭയം തന്നെ. നമ്മൾ അങ്ങനെ പോകുന്ന ആൾക്കാരല്ലാരും നമ്മള്. അതുകൊണ്ട് വേണ്ട സാർ. എവിടെ വെച്ച സംഭവം? അതൊന്നും അവനല്ലേ അറിയാളൂ. ഞാൻ അവന്റെ പിറകെ കളിച്ചോണ്ടിരിക്കുന്നു. അവന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുന്നു. വേണ്ട സാറേ. ഗ്രൗണ്ടിലെല്ലാം കളിച്ചോണ്ടിരിക്കുന്നു. അല്ല, പിന്നെ റോഡിൽ ഒന്ന് പോകയായിരുന്നു എന്റെ കൊച്ചി. ജോലിക്ക് പോയിരുന്നു. അവന്റെ ഇവിടെ നിന്ന് ഇറങ്ങി അവന്റെ കൂട്ടുകാരന്റെ അടുത്ത് കളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് അത് പറയാനില്ല സാറേ. അവരെങ്ങനെ എടുത്തോണ്ട് പോയത്? ഓട്ടോക്കകത്തോ അത് കാറിനകത്തോ? ബൈക്കില്. ഒരു പയ്യൻ ബൈക്കിൽ കൊണ്ടുപോയി. ആള് മാറി അവർ ഇടിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. കൊണ്ടുപോയ എന്തിനാന്ന് അവനെ അറിഞ്ഞുകൂടായിരുന്നല്ലോ സാർ. എന്തിനാ അറിയാത്ത ആൾക്കാരുടെ കയറി പോയി? ഒരു കുട്ടിയുടെ വീട് കേട്ടതാണ്. അവൻ ഈ ഏരിയയിലുള്ള ഒരു കുട്ടിയുടെ വീട് കേട്ട് അങ്ങനെ പോയത്. ആണോ? എവിടെ കൊണ്ടുപോയത്? അഴൂരിൽ കൊണ്ടുപോയോ? മുട്ടപ്പലത്ത് അങ്ങാണ്ടിയാണെന്നോ? മുട്ടപ്പലത്താ? നല്ല ഉപദ്രവിച്ച? അതൊന്നും അവൻ പറയുന്നില്ല. സാറന്മാരോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാറന്മാരോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയാണ് അവനെ ഉപദ്രവിച്ചതെന്നൊക്കെ. ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ? വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? നമ്മളെല്ലാം എടുത്ത് എല്ലാം എടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? വേറെ കണ്ണ് പ്രശ്നമുണ്ട്. കണ്ണ് ഇടിച്ചിട്ടുണ്ടോ കണ്ടല്ലോ? തലയ്ക്ക് വല്ല അടിയുണ്ടോ? അതൊക്കെ എടുത്താലും കുഴപ്പമില്ലെന്ന് പറയുന്നു. ആണോ? പിന്നെ തിരിച്ചെവിടെ കൊണ്ടാക്കിയവന്? തിരിച്ചവനെ CSI മുമ്പ് ഉണ്ടാക്കിയിട്ട് അവരങ്ങ് പോയി. മാത്രം പോയി. ഈ ആളിനെ അവന് തിരിച്ചറിയായിരുന്നു.
അടിച്ചവരെ അറിയാം. അറിയാമായിരുന്നു? പരിചയവരുണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, ഒരു പരിചയം? ആരെയും പരിചയമില്ല. ആരെയും പരിചയമില്ല? ഈ വന്നവനെ പോലും പരിചയമില്ല. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ച്. തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതായത് ചിറ്റാരിക്കോണം പുതുവൽവിള വീട്ടിൽ ബേബി രാജ് 22 വയസ്സ്, അഴൂർ പെരുങ്കുഴി മുട്ടപ്പാലം ചിറ്റാരിക്കോണം പുതുവൽവിള വീട്ടിൽ അരുൺ രാജ് 25 വയസ്സ്, അഴൂർ പെരുങ്കുഴി മുട്ടപ്പാലം ചിറ്റാരിക്കോണം ഗോകുലം വീട്ടിൽ വിശാഖ് 22 വയസ്സ് എന്നീ 3 ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ റിമാൻഡ് ചെയ്തു. ഏതായാലും ആറ്റിങ്ങൽ പോലീസിൻ്റെ സേവനത്തെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടുകയും അവരെ റിമാൻഡ് ചെയ്തു. ഇത് ആറ്റിങ്ങൽ പോലീസിൻ്റെ അഭിമാനം തന്നെയാണ്. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.